എന്റെ അങ്ങളെ ഇതിനകത്തൊന്നിനെ കുത്തിയിരിക്കുന്നേ നമുക്ക് കളിക്കാം. ശരിയാണല്ലോ ഡാഡി, കൊറേ നേരമായില്ല എന്റെ അത് നോയിക്കൊണ്ടിരിക്കണം. ശരിയാ. അതെ, നീ പഠിക്കാനിരിക്കണം. പഠിക്കാനിരുന്നാ പഠിക്കണം. ഇതും വായി നോക്കിക്കൊണ്ടിരിക്കല്ലേ കേട്ടാ. ഭാവിയിലേ അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. പിന്നെ ഭാവിയിലല്ലേ, ഇപ്പഴേ നമ്മള് ദുഃഖിക്കയില്ലേ. എന്തിന്? ഡാഡി കൊണ്ട് പഠിക്കാത്തതിന്റെ ദൂഷ്യഫലം എന്നാ അമ്മ പറയണം. ആ എടി, നാവില് സരസ്വതി വിളയാടണം. അല്ലാതെ നിന്റെ ഈ തള്ളയുണ്ടല്ലോ, എവിടെ വിളയാടിയ നീ ഇതും പറയും അപ്പുറവും പറയും. എന്താ 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 ഓ, അതൊക്കെ കേട്ട് പാമ്പിന്റെ ചെവിയല്ലേ. അതെ, എന്താ തള്ളക്ക് കുഴപ്പം? ഓ, തള്ളക്ക് എന്ത് കുഴപ്പമില്ലാത്ത. നിങ്ങളെക്കാളും ഭേദം എന്താ? ആ ഉവ്വ, ഭയങ്കര വേദം തന്നെ. രാവിലെ തുടങ്ങിയത് അതിനകത്തോട്ട് പോയി മേലെ നീ ഒന്നും ചെയ്യരുത്. എടി, എന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവം വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, ബ്രെയിൻ. അതുള്ളവർക്കല്ലേ, ഇതിനകത്ത് വെറും ചോറ് പോലും ഇല്ല. ആ, അത് ശരിയാ. എനിക്കിത് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിന്നെ എടുത്ത് ഞാൻ തലയെ വെച്ചത്. ഓ, കളിക്കുന്നു. എന്താന്ന്? ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിലെ കരുനീക്കങ്ങളൊക്കെ ഒന്ന് പഠിച്ചോണ്ടിരിക്കുക. നീങ്ങി നീങ്ങി നിലത്ത് വീഴാറായി. ഇനി എന്തെന്നാണോ? എന്താണ്? അല്ല, നീക്കങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞതാ. ആ ആ അങ്ങനെ വാ. ഇതാണ് സാക്ഷാൽ ക്ലീറ്റോ, ഈ കുതിര. ഞാൻ ഇങ്ങനെ ചാടും, ഞാൻ ഇങ്ങനെ ചാടും, ഞാൻ ഇങ്ങനെ ചാടും. അല്ലെങ്കിൽ നിങ്ങൾ ചാടിയേ പോളൂ, നേരായ വഴിക്ക് പോകില്ലല്ലോ. ആ, അതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ എപ്പോഴും എല്ലാ രീതിയിലുള്ള ചാട്ടങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അത് പിന്നെ ഒന്നും പഠിക്കാനില്ല. എടി, കാരണം ഈ നിൽക്കണവന്മാരാണ് നമ്മുടെ എതിരാളികൾ, എൻ്റെ എതിർ പാർട്ടിക്കാർ. ഇതിൽ ഒട്ടുമിക്കതും ഉപയോഗമില്ലാത്ത പാഴുകളാണ്. പിന്നെ ഒരുത്തനാണ് കുഴപ്പക്കാരൻ, ഈ ഇരിക്കുന്നവൻ ഫെർണാണ്ടസ്. ഫെർണാണ്ടോസ് അല്ലടി, ഫെർണാണ്ടസ്. അവന് ഇച്ചിരി കുഴപ്പക്കാരനാ. ചിരിച്ചു കളിച്ച് നിൽക്കും കേട്ടോ, പക്ഷെ അവനൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ ഈ നിൽക്കുന്ന ഒരുത്തനെയും വിശ്വസിക്കാനൊന്നും കൊള്ളില്ല. എടി, ഇങ്ങോട്ട് വാ, പറയട്ടെ. എനിക്ക് നേരെയില്ല, തന്നെ തന്നെ ഇരുന്ന് നീക്ക്. അയ്യോ അയ്യേ, കഷ്ടം. എന്നാ പിന്നെ ഇവള് വേണ്ട, എൻ്റെ റാണി. റാണിയല്ല, എവിടെ? എനിക്ക് റാണി ഇതാ ഞാന്. ആ, എൻ്റെ ആന. അത് ആന. ഈ ആന വേണ്ട, അത് ഞാൻ വേസ്റ്റ്. കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡാഡിയുടെ പാർട്ടിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഡാഡിയുടെ വലം കൈയും ഡാഡിയുടെ എല്ലാമായ അൻസാർ മാമൻ, നടരാജൻ മാമൻ, ബാബുക്കുട്ടൻ മാമൻ. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവർ 3 പേരും ഡാഡിയെ ചതിക്കില്ല. ആ, ചതിച്ച്. ആര്? അവര് ചതിക്കൂലായിരിക്കും, ഗ്യാസ് ചതിച്ച്. ഗ്യാസ് തീർന്നാ തീരും. ഞാൻ എന്ത് ചെയ്യണം? ആ ഫോൺ എടുത്ത് ബുക്ക് ചെയ്ത് എന്തായി നോക്ക്, എന്ന് കിട്ടും നോക്ക്. ആര് ബുക്ക് ചെയ്തേന്? എന്താ ബുക്ക് ചെയ്ത്? ആര് ബുക്ക് ചെയ്തേന്? നിങ്ങളല്ലേ സാധാരണ ബുക്ക് ചെയ്യാറ്. അപ്പൊ ആര് ബുക്ക് ചെയ്തെന്ന് എന്നോട് ചോദിക്കാൻ എനിക്ക് അതുപോലെ അറിയാമോ? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ നീ ഇത് ആരോട് ബുക്ക് ചെയ്യാൻ? എന്നോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞോ? ദൈവം തമ്പുരാനെ, ബുക്ക് ചെയ്തില്ലേ? ആ, ദൈവം തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നീ വിളിച്ചു ചോദിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ലാണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് പറയാം. നീ എന്നോട് പറഞ്ഞോ ബുക്ക് ചെയ്യാൻ? പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ പരന്നിങ്ങനെ നടക്കല്ലേ, നിങ്ങൾക്ക് ബോധമില്ല പൊക്കണോ ഇല്ലാതെ. നീ സ്വപ്നം കണ്ടതായിരിക്കും എന്നോട് പറഞ്ഞതായിട്ട്. ഞാൻ ഈ മായാലോകത്ത് നടക്കാണ്ട് എനിക്ക് അത് ബോധക്കേടൊന്നുമില്ല. പിന്നെ അല്ലാണ്ട് പിന്നെ എന്നോട് പറഞ്ഞെങ്കിൽ ഞാനത് ചെയ്യൂലേ? കളി വരുന്നുണ്ട്. അങ്ങനെ കളിക്കരുത് കേട്ടോ, ആവശ്യമില്ലാതെ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ആ ജമന്തിയുടെ അടുത്ത് നിറച്ച് കുറ്റി ഉണ്ടാകുമ്പോ എടുത്തുണ്ടോ? അയ്യാ, കെമന്റിയുടെ അടുത്ത് ഗ്യാസ് കഴിക്കാം, എന്റെ പട്ടി പോവും. എന്തിനാ ഇപ്പൊ പട്ടീനെ വിടണം? നിങ്ങൾക്ക് പോയാ പോരെ? എന്നാ നീ ചെല്ല്. എന്റെ ക്ലീറ്റോ, ആ നിറക്കുറ്റി ഞാൻ എങ്ങനെ ചുമന്നിട്ട് വരും? ക്ലീറ്റോ, ഒന്ന് ചെല്ലു ക്ലീറ്റോ. അതെ, ഈ ജവന്തിയുടെ വീട്ടിൽ നിന്ന് ആ സാധനം എടുക്കണ്ട, അതെടുത്ത് ഇവിടെ ഒന്നും വേവിക്കണ്ട. പട്ടിണി കിടന്നാലും ഉണ്ടേ അന്തസ്. ഭയങ്കര അന്തസ്സായി. ആ, ഒരു കുഴപ്പമില്ല. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അവിടെ പോയി ഓരോ സാധനം മേടിക്കുന്നത്. എനിക്ക് പറ്റില്ല, അത് എന്റെ അഭിമാനത്തിന് പ്രശ്നമാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പറ്റൂല ഈ അടുപ്പത്ത് കിടന്ന് ഊതി ചാകാനായിട്ട്. നീ ഇച്ചിരി കഞ്ഞിയും വെച്ച് ആ അമ്മയിലിട്ട് ചമ്മന്തി അരച്ചെടുത്താൽ മതി. ആ, അരക്ക് പോയി അമ്മിയിലിട്ട് ചമ്മന്തി അരക്കാനായിട്ട്. ആ ചെല്ലു ക്ലീറ്റോ, ഞാൻ പിന്നെ എന്ത് ചെയ്യൂന്ന്? എന്നിട്ടാണ് നിന്റെ ആങ്ങളെ ഇടക്കിടക്ക് വിളിച്ച് കണക്ക് പറയാം. ഗ്യാസ് എടുത്ത്, അതെടുത്ത്, ഇതെടുത്ത്. ഒരാഴ്ച കഴിയുമ്പോ ബുക്ക് ചെയ്തിട്ട് എടുത്ത് കൊടുക്കാൻ. വേണ്ട, നിനക്കിപ്പോ ഗ്യാസ് വേണം, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. അത്രേ ഉള്ളൂ പ്രശ്നം. ഇടി, എന്നെ പോലെ ഒരു രാഷ്ട്രീയ പ്രമുഖം ഈ വീട്ടിലുള്ളപ്പോ അടുത്ത വീട്ടിൽ പോയി ഇറക്കുക എന്ന് പറഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യണതിന് തുല്യമാണ്. എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ലല്ലോ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ ക്ലീറ്റോ. അത് ശരി. നിനക്ക് ഗ്യാസ് എടുക്കാൻ പൈസ ഉണ്ടോ കയ്യിൽ? പൈസ പിന്നെ ഞാൻ റെഡിയാക്കി വെക്കണമല്ലോ, അതെന്റെ കടമയാണല്ലോ. ആ, പിന്നെ ഗ്യാസ് എന്ന് പറയുന്നത് നിന്റെ സെക്ഷൻ ആണല്ലോ. അതെ അതെ. നിങ്ങളുടെ സെക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉള്ളതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഫോൺ എടുക്കും. നിങ്ങൾ ബുക്ക് ചെയ്തില്ലല്ലോ, പിന്നെ ഈ ഫോൺ എടുക്കുന്നു. നീ ഫോൺ എടുക്കാൻ പറഞ്ഞാൽ ഫോൺ എടുക്കണം.
എന്നെപ്പോലൊരു പൊതുപ്രവർത്തനം വിചാരിച്ച ഇവിടെ പലതും നടക്കും. നിനക്കൊരു ഗ്യാസ് സിലിണ്ടർ അല്ല, ശ്രമിക്കാതെ നീ ചെയ്യാൻ നോക്കും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണെങ്കിൽ ഇവിടെ ഞാൻ എത്തിച്ചേരും. മുഖ്യമന്ത്രിയെ വിളിച്ച് പറയിപ്പിക്കണോ സിലിണ്ടറിന്? ഇപ്പം കിട്ടും. പിന്നെ അതൊന്നും വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും കുറേ കൂടെ വലിയൊരു ആവശ്യം വരുമ്പോൾ മുഖ്യമന്ത്രിയെ വിളിക്കാം. അതിന് മുമ്പ് കാശ് എടുത്ത് വെക്കുക. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാന്ന് എടീ, ഞാൻ ഗ്യാസ് കൊണ്ടുവരണ വണ്ടിയിലെ പിള്ളേരെ ഞാനൊന്ന് വിളിച്ചു പറയുമ്പോ പിന്നെ അവര് നിങ്ങൾ പറയുമ്പോ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. ഒന്നും വേണ്ട, ജമന്തിരി എനിക്ക് പറ്റൂല. ഇന്നും ഗ്യാസ് കിട്ടൂല, നാളെയും കിട്ടൂല. ഞാൻ ഈ അടുപ്പത്ത് കിടന്ന് ഊതി ചാകും. നിനക്ക് ഗ്യാസ് ഞാൻ എത്തിച്ചേരും. 10 മിനിറ്റിനകത്ത് ഇവിടെ ഗ്യാസ് എത്തിച്ചു തരും. എത്തിച്ച് തന്നു. അത് പോട്ടെ, ഇന്ന് ഏത് ദിവസം? വ്യാഴാഴ്ചയാണോ? നമ്മളെ ഈ റൂട്ടിൽ കൂടെ ഗ്യാസ് വരണ ദിവസമല്ലേ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അയ്യോ, നിനക്കല്ലേ പിന്നെ എന്തറിയാം? വ്യാഴാഴ്ച അന്ന് നമ്മുടെ ഈ റൂട്ട് വരണ ദിവസം തന്നെ. അപ്പം ഞാൻ സുനി എന്ന് വിളിക്കുന്നു. നീ പൈസ എടുക്ക്, പൈസ എടുത്തുനടി. പൈസ എടുത്തം കഴിഞ്ഞോട്ട് 1000 രൂപയുണ്ട്. ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നു കളയും. കാലി സിലിണ്ടർ എവിടെ? കാലി സിലിണ്ടർ അവിടെ നടന്നും കൊണ്ട് വരില്ല, അത് എടുക്കണം. ഞാൻ വിചാരിച്ചത് നടന്നു വരും. ഇല്ല,